സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സംഘസ്ഥാപകൻ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഡോക്ടർ ജി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ RSSകാരും നാളെ RSS ആകാൻ പോകുന്ന ആളുകളും ഉള്ളൂ, 2 വിഭാഗം ആളുകളേ ഉള്ളൂ. എനിക്ക് നേരത്തെ ശ്രീ സതീഷ് വസന്ത് വ്യക്തിപരമായി എനിക്ക് നല്ലപോലെ അദ്ദേഹത്തിന് അറിയാം. കാരണം സ്ഥലവും സാഹചര്യവും നോക്കിയ പോലെ അമ്പലങ്ങൾ ഈ രീതിയിലുള്ള പാട്ടുകൾ പാടേണ്ട സ്ഥലമല്ല എന്ന് ശ്രീ സതീഷ് വസന്ത് വ്യക്തിപരമായി അതിനോട് യോജിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പിന്തുടർന്ന ആശയം അങ്ങനെയല്ല നിലവിൽ. അതിനെന്ത് പറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു നിമിഷം, ശ്രീ ഡോക്ടർ NR മധു, ബലികുടീരങ്ങളെ പാടി 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 യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിടർന്നു താമര മുകുളങ്ങൾ. ഇതാ വിടർന്നു കഴിഞ്ഞു, ഗംഗയ്ക്ക് തീരത്തും ഒക്കെ വിടർന്ന് പന്തലിച്ച് കഴിഞ്ഞു താമര മുകുളങ്ങൾ. പക്ഷേ എൻ്റെ ചോദ്യം ഒരു കാര്യം മാത്രമാണ് എനിക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. പുതിയ തലമുറകളിലേക്ക്, പുതിയ ജനറേഷനിലേക്ക്, അറിയാലോ ജെൻസി തലമുറയെ നിരന്തരം ഇങ്ങനെ പ്രകോപിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ. കർണാടക തൊട്ട് അങ്ങ് ഡൽഹി വരെ എന്താ നിങ്ങൾ വടിയെടുക്കാതെ, നിങ്ങൾ കലാപം ഉണ്ടാക്കൂ എന്നും പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കൂ, അവരിലേക്ക് നമ്മുടെ സ്വത്വം അത് ഉണ്ടാവാനേ പാടില്ല. അവർ നമ്മുടെ വൈഭവത്തെ അറിയാൻ പാടില്ല. കാരണം സ്വത്വം അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് കുതിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടക്കുന്നില്ലേ? നിശ്ചയമായിട്ടും ഈ നമ്മുടെ മൂല്യങ്ങളിൽ നിന്നും ദേശീയ ബോധത്തിൽ നിന്നും വിദ്യാർത്ഥികളെയും യുവാക്കളെയും അടർത്തി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണ്ടേ ഉണ്ട്. അങ്ങനെ ഒരു അരാജക വ്യവസ്ഥയിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചാണ് ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത്. അരാജകത്വം ഇല്ലാത്തടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തിയില്ല. അപ്പോൾ ഇവിടെ രസകരമായ കാര്യം എന്താ വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശസ്നേഹം എന്ന് പറയുന്നത് ഹറാമാണ് അവർക്ക്. ഞാൻ ഈ ഹറാം എന്ന വാക്ക് വളരെ ബോധപൂർവമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജിഹാദി പ്രസ്ഥാനവും തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ് ആ ജിഹാദിൻ്റെ ഒരു ടെക്നിക്കൽ ടേമാണ് ഹറാം. അതുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചേരും. അപ്പോൾ ദേശീയത എന്ന് പറയുന്ന അവർക്ക് ഹറാമാണ്. അപ്പോൾ ദേശസ്നേഹം എന്ന് പറയുന്ന ഹറാമാണ്. അത് സങ്കുചിത വികാരമെന്നാണ്. അന്തർദേശീയതയാണ് അത്രേ അവർക്ക് ശ്രേഷ്ഠം. ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം. ഈ ഭാരതം ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ദേശാഭിമാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതി, ഭാരതത്തെ പോലെയുള്ള ഒരു ദരിദ്ര രാഷ്ട്രം ഇങ്ങനെ ആയുധവൽക്കരിക്കുന്നത് ശരിയല്ല, അണുവായുധം ലോകത്തിന് ഹാനിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു, എഡിറ്റോറിയലൊക്കെ എഴുതി. അതേസമയം ചൈന ഇതേ പരീക്ഷണം നടത്തിയ സമയത്ത് ദേശാഭിമാനിയുടെ ക്യാപ്ഷൻ എന്തായിരുന്നു അറിയാമോ? അമ്പരക്കുന്ന ലോകം, പുഞ്ചിരിക്കുന്ന ചൈന. അപ്പോൾ ചൈനയ്ക്കാവാം, ഭാരതത്തിനാവാൻ പാടില്ല. ഇതാണ് ഇവിടെ കുട്ടികൾ ദേശഭക്തിഗാനം പാടുമ്പോഴുള്ള പ്രശ്നം. ഈ ദേശീയബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാരതം അഖണ്ഡമാകും. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഈഴവനെന്നോ പുലയനെന്നോ തമിഴനെന്നോ മലയാളിയെന്നോ ഇത്തരം ഭേദവിചാരങ്ങളില്ലാതെ നാം ഒരമ്മ പെറ്റ മക്കളാണ് എന്ന് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് SFI എന്താ പഠിപ്പിക്കുന്ന ഗുരുവിന് കുഴിമാട ഒരുക്കാൻ പഠിപ്പിക്കുന്ന DYFIക്കാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും എന്താ അധ്യാപകൻ്റെ കാല് വെട്ടാൻ പഠിപ്പിക്കുന്നു, അധ്യാപകനെ ക്ലാസ്സിൽ കയറി വെട്ടിക്കൊല്ലാൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അരാജകത്വത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കുന്നു. ഒരു കാര്യം അല്പം മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ വക്താവാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹം പറയണ്ടായി ഈ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വന്ദേ ഭാരത്, അതുകൊണ്ട് അത്തരം വന്ദേ ഭാരത് പോലെയുള്ള ഈ പൊതുമുതൽ ടാക്സ്, ജനങ്ങളുടെ ടാക്സ്, അത് BJPക്കാരുടെ RSSകാരുടെ മാത്രമല്ലല്ലോ എന്ന് അദ്ദേഹം പറയണ്ടായി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം മലയാള സിനിമയ്ക്ക് ഒരു അവാർഡ് കൊടുത്തല്ലോ, അത് നമ്മുടെ പൊതുമുതൽ തന്നെയാണല്ലോ. അതിൽ മലയാള ഗാന രചനയിൽ അവാർഡ് കൊടുത്തത് വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളിക്കാണ്. അപ്പോൾ ഹിരൺദാസ് മുരളിക്ക് നിങ്ങൾ അവാർഡ് കൊടുക്കുമ്പോൾ പൊതുമുതൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പാട്ടിലെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഈ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന് നമ്മുടെ പുതിയ തലമുറയെ ബോധവൽക്കരിക്കുന്ന ആ പാട്ട് കൊണ്ടല്ല നിങ്ങൾ അവാർഡ് കൊടുത്തത്. കാരണം ഹിരൺദാസ് മുരളിയുടെ പ്രായോജകർ എന്ന് പറയുന്നത് കേരളത്തിലെ ജിഹാദി സംഘടനകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഹിരൺദാസ് മുരളിക്ക് ഒരു ദളിത പരിവേഷം കൊടുക്കുന്നത് പോലും ഇവിടുത്തെ ജിഹാദി സംഘടനകളാണ്. ആ ജിഹാദി സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുന്നത്. അപ്പം ആ ടാക്സ് കൊടുത്ത് അയാൾക്ക് കൊടുത്ത അവാർഡ്, ആ അവാർഡിൽ അയാൾ ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലറി നടക്കുന്നു, അയാളുടെ പാട്ടിലെ വരിയാണ്. ഈ ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ എന്ന് പറയുന്നത് LTTകളാണ്. ഇവിടുത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTTക്കാരെ ഉദാത്തീകരിക്കുന്ന ഗാനം, അത് എഴുതിയത് കൊണ്ടാണ് അയാൾക്ക് അവാർഡ് കൊടുത്തത്. മ്യാൻമറിലെ ബുദ്ധൻ ചോര കുടിച്ചിരിക്കുന്നു എന്ന് പാടുന്നു. ആരെയാണ് സബ്ലിമൈസ് ചെയ്ത് ഉദാത്തീകരിക്കുന്നത്? റോഹിംഗ്യൻ. മതമൗലികവാദത്തിൻ്റെ
മറ്റൊരു പേരായ റോഹിംഗ്യനെയാണ് അവിടെ സ്തുതിക്കുന്നത്. അപ്പം ഈ അർബൻ നക്സലുകൾക്ക് വേണ്ടിയും ഇവിടുത്തെ ജിഹാദികൾക്ക് വേണ്ടിയും വരിയെഴുതുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നതും സഖാവെ ഇവിടുത്തെ പൊതുമുതലെടുത്തിട്ടാണ്. ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ലല്ലോ. അപ്പോൾ വന്ദേ ഭാരതത്തിൽ വന്ദേമാതരം പാടിയ കുട്ടികൾ, രാജ്യത്തെ സ്തുതിച്ച പാട്ട് പാടിയ കുട്ടികൾ, അത് ദക്ഷിണ റെയിൽവേ എടുത്ത് അവരുടെ വെബ്സൈറ്റിലിട്ടു അല്ലെങ്കിൽ അവർ ട്വീറ്റ് ചെയ്തു എന്നുള്ളത് ഒരു അപരാധമൊന്നുമല്ല. ഇത്തരമൊരു മംഗളമുഹൂർത്തത്തിൽ നടക്കുന്ന കൊച്ചുകുട്ടികൾ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കൊച്ചുകുട്ടികൾ പാട്ട് പാടുന്ന ഇതേപോലെ ദേശഭക്തി ഗാനം പാടിയ കുട്ടി അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആ വിഷ്വൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാജ്യവിരുദ്ധമല്ലാത്ത ഒരു ദേശസ്നേഹം പ്രോജ്വലിപ്പിക്കുന്ന ഒരു ഗീതം കുട്ടികൾ പാടുമ്പോൾ അത് ദക്ഷിണ റെയിൽവേ എടുത്തിടുക എന്ന് പറയുന്നത് ആ ദക്ഷിണ റെയിൽവേയുടെ കാഴ്ചപ്പാട് കറക്റ്റാണെന്നുള്ളതാണ്. അവർ യഥാർത്ഥ നിലപാടെടുത്തു എന്നാണ്. ഇനി ഒരു കാര്യം പറയാം, ഇനിയുള്ള കാലത്ത് നിങ്ങൾ ഈ ദേശഭക്തി ഗാനം ഒന്നും കേൾക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം ദേശഭക്തിയുടെ വസന്തകാലം വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെയും കുഴിച്ചുകൂടാൻ ശ്രമിച്ച ദേശീയത, ഭാരത ദേശീയത, ഭാരതത്തിൻ്റെ ദേശഭക്തി, അത് അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസിയായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖ, ആ ശാഖയിലൂടെ കഴിഞ്ഞ 100 വർഷമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള ജനങ്ങളെ ഈ ദേശീയബോധവും ദേശസ്നേഹവുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൊളോണിയൽ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസിയായ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശാഖയിലൂടെ ഇത് പഠിപ്പിച്ചു. ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം വളർന്നപ്പോൾ സംഘത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ ഈ രാജ്യത്തുണ്ട്. LKG മുതൽ അങ്ങ് കോളേജുകൾ വരെയുള്ള ആയിരക്കണക്കിന് വിദ്യാലയങ്ങളുണ്ട്. അവിടെയൊക്കെ കുട്ടികൾ ഈ ദേശഭക്തി ഗാനവും വന്ദേമാതരവും ഒക്കെ പാടി പഠിച്ചു വരികയാണ്. നിങ്ങൾ ചിലരൊക്കെ പറയുന്നത് കേട്ടിരുന്നു ഞാൻ, ഇത് വളരെ ആസൂത്രിതമായി പാടിയതാണെന്നും. ഇതിന് ബദലായിട്ട് DYFIക്കാർ റെയിൽവേ സ്റ്റേഷനിൽ പോയി സാരേ ജഹാംസെ അച്ഛ പാടിയപ്പോൾ എത്ര പേപ്പർ തുണ്ട് നോക്കിയാൽ പാടിയത്. ആ കൊച്ചു കുട്ടികൾ കണ്ണും പൂട്ടി പാടുക. എന്താ കാരണം എന്നറിയാവോ? എല്ലാ ദിവസവും പാടുന്ന പാട്ടാണ് അവരിതൊക്കെ. ഇതുപോലെ ഒരു 100 പാട്ട് വേണേൽ അവർ പാടും. കാരണം അവരുടെ രക്തത്തിൽ ഈ വികാരം അലിഞ്ഞു ചേർന്നിരിക്കുക. ഈ ദേശീയബോധം ഉണർത്തുന്ന വിദ്യാലയങ്ങൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നിങ്ങൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ആരെ പ്രീതിപ്പെടുത്താനാ? ഈ ദേശീയബോധം, ഭാരതത്തിൻ്റെ സംസ്കാരം, മൂല്യങ്ങൾ പഠിച്ചു വളരണം. അല്ലാതെ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന പാട്ടും കൂത്തുമല്ല പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഒരു വിഭാഗം മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാമെന്ന് കട്ടിച്ച് സമ്മതിച്ചതുകൊണ്ടാണ്. കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട്, അത് അടിച്ചു മാറ്റാം എന്നുള്ളത് കൊണ്ടാണ്, അല്ല ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ പശ്ചിമഘട്ടത്തിനിപ്പുറത്തേക്ക് ദേശീയവാദം ഞങ്ങൾ വളരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വളരെ രോഷം കൊണ്ടു കുട്ടികൾ ഈ പാട്ടുപാടിയപ്പോൾ. ഈ മുഖ്യമന്ത്രിയാണ് കട്ടിംഗ് സൗത്ത്വാദികൾക്ക് ആദ്യമായി കേരളത്തിൽ പച്ചക്കൊടി കാണിച്ചത്. അതായത് ഉത്തര ഭാരതത്തിൽ നിന്ന് ഈ ദക്ഷിണ ഭാരതത്തെ, തമിഴ്നാട്, കേരളം, ആന്ധ്ര ഒക്കെ അടങ്ങുന്ന ഈ ദക്ഷിണ ഭാരതത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ജിഹാദി അർബൻ നക്സലുകൾക്ക് അവരുടെ പരിപാടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ. ആരുടെ ടാക്സാണ് സഹോദര? ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആരുടെ ടാക്സാ? ഈ രാജ്യത്തെ കണ്ടം തുണ്ടമായി വെട്ടിമുറിക്കാൻ വേണ്ടി ഒരു കാലത്ത് ഇതിനെ 17ആയി മുറിക്കണമെന്ന് പ്രമേയം പാസ്സാക്കിയ കമ്മ്യൂണിസ്റ്റുകാർ, അവർക്ക് എന്ത് ദേശീയതയാണ് ഉള്ളത്? ഈ രാജ്യം അഖണ്ഡമാകണമെന്ന് കൊച്ചുകുട്ടികൾ പാടി പഠിപ്പിക്കുമ്പോൾ അത് പാടില്ല എന്ന് അവർ എന്തുകൊണ്ടാണ് പറയുന്നത്? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ രാജ്യത്തെ 16ആയി വെട്ടിമുറിക്കണമെന്നേ ജിന്ന പറഞ്ഞുള്ളൂ, മുഹമ്മദ് അലി ജിന്ന. അതുപോരാ, PC ജോഷി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PC ജോഷി അന്ന് എഴുതിയ കത്ത് ആർക്കൈവ്സിലുണ്ട്. 17ആയിട്ട് മുറിക്കണം എന്നാ പറഞ്ഞത്. ഭാരതത്തെ 16ആയിട്ട് മുറിച്ചാൽ പോരാ, 17ആയി മുറിക്കണം എന്ന് പറഞ്ഞവർക്ക് എന്ത് ദേശീയബോധമുള്ളത്? അവർക്ക് എന്ത് ദേശീയഗാനമുള്ളത്? അവരെന്നാ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയത്? സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി ആചരിച്ച പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കൊച്ചുകുട്ടികൾ ദേശഭക്തി ഗാനം പാടുമ്പോൾ ചൊറിച്ചിലുണ്ടാവുക സ്വാഭാവികമാണ്. ഇരുന്ന് ചൊറിയേ ഇനി പറ്റത്തുള്ളൂ. കാരണം ഈ രാജ്യത്തിൽ ദേശീയതയുടെ വസന്തകാലമാണ് വരുന്നത്. ആ വസന്തകാലത്തിൽ നിങ്ങളുടെ ശുഷ്കമായ വാദങ്ങളെല്ലാം, മുരടിച്ച വാദങ്ങളെല്ലാം അറബിക്കടലെടുത്ത് പോവുകയുള്ളൂ. യാതൊരു സംശയവും വേണ്ട. ഈ കേരളത്തെ, പശ്ചിമഘട്ടത്തിന് ഇപ്പുറത്തേക്കുള്ള കേരളത്തെ അടർത്തി മാറ്റി
നിങ്ങൾക്ക് ബംഗ്ലാദേശിനെ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെയോ ഒക്കെ ആക്കണമെന്ന വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഇവിടുത്തെ കൊച്ചു കുട്ടികളടക്കം ഇത്തരം പാട്ടുകൾ പാടി വളർന്നു വന്നു കഴിഞ്ഞു. 100 വർഷം കഴിഞ്ഞ ഒരു മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്തെ അടിമുടി ദേശവൽക്കരിച്ചു കഴിഞ്ഞു, ദേശീയവൽക്കരിച്ചു കഴിഞ്ഞു, ദേശഭക്തിയിൽ ആറാടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ സഹിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. അത് റെയിൽവേയിലും പാടും, വിമാനത്തിലും പാടും, ഇതൊക്കെ ഇവിടെ നടക്കും. അത് സഹിക്കാവുന്നവരിവിടെ തുടരുക. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്വന്തമായി എത്രയോ രാജ്യങ്ങളുണ്ട്. നിങ്ങൾ പാലസ്തീൻ്റെ പതാക പിടിക്കുന്നില്ലേ? ഈ കേരളത്തിൻ്റെ തെരുവിൽ പാലസ്തീൻ്റെ പതാക പിടിക്കുന്നില്ലേ? ഹമാസിൻ്റെ പതാക പിടിക്കുന്നില്ലേ? പാകിസ്ഥാൻ്റെ പതാക പോലും നിങ്ങൾ പിടിക്കുന്നില്ലേ? നിങ്ങൾ ആകെ കത്തിച്ചിട്ടുള്ളത് ഭാരതത്തിൻ്റെ പതാക മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാരതത്തിൻ്റെ പതാക കത്തിച്ച പാരമ്പര്യമുണ്ട്. അവർക്ക് ദേശീയവാദം ഉണ്ടാവില്ല, ദേശസ്നേഹം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ദേശ സ്നേഹവും ദേശീയവാദവും അടങ്ങുന്ന ഗീതങ്ങളും ഗാനങ്ങളും വന്ദേമാതരവും ഒക്കെ അസഹ്യമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഈ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ എന്ന ദേശീയ ഗാനമുള്ള സ്ഥലത്തേക്ക് താമസം മാറ്റുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല എന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ.